ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. എല്ലാവർക്കും DD ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നല്ലേ, നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് 3Dയിൽ ആർമിക്കാരും പോലീസുകാരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പറയണം, ആദ്യം തന്നെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേരെ. പോലീസാണെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യണം. ഇനി മിലിറ്ററി ആണെങ്കിൽ നമ്മളുടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നമ്മൾ പോലീസുകാരുടെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗണ്ണാണ്. ഈ ഗണ്ണ് അടിപൊളി സാധനമാണ്, പോലീസുകാരുടെ ലോയലാണ്. ഇനി നമുക്ക് ആർമിക്കാരുടെ എന്ന് പറയണത് ദീ കണ്ണ സാധനമാണ്. ഈ മിനി ഗൺ എന്നൊക്കെ പറയാം. മിലിറ്ററിക്കാരുടെ സെറ്റപ്പ് ആർമിക്കാരുടെ സെറ്റപ്പാണ്, അതുപോലെ തന്നെ പോലീസുകാരുടെയും സെറ്റപ്പാണ്. പക്ഷെ കുറേ ആൾക്കാർ വന്നാൽ എന്തുകൊണ്ടും മിലിറ്ററിക്കാരുടെ തന്നെയാണ് ഗൈസ് കൊള്ളാവുന്നത്. ഇനി നമുക്ക് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്നല്ലേ കാണിച്ചു തരാവുന്നതാണ്. ഇതെന്താ എടുക്കാൻ പറ്റാതെ ഓക്കെ. നമ്മളെന്താ ചെയ്യണമെന്നല്ലേ, നമ്മളിപ്പോൾ പോലീസുകാരുടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള വണ്ടി തൊട്ട് റിച്ചസ്റ്റ് ആയിട്ടുള്ള വണ്ടി വരെ എടുക്കാൻ പോവാണ്. നമുക്ക് കുറച്ചുകൂടി ഇതുള്ള ഒരു പോലീസ് വണ്ടി എടുക്കാം. നമുക്ക് മോൺസ്റ്റർ ട്രക്ക് പോലെ ഇരിക്കണം പോലീസ് വണ്ടി എടുക്കാം. ചെറിയ രീതിക്കുള്ള ലാഗൊക്കെ ഉണ്ട്, അതെല്ലാവരും ക്ഷമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് വന്നില്ലല്ലോ. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് പോലീസുകാരുടെ, നമ്മൾ ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ പോലീസുകാരുടെ ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഒരു ഹെലികോപ്റ്ററാണിത്. ഇത് നമുക്ക് പോലീസുകാരുടെ ആണെന്ന് ഗെയിം തെളിയിച്ചിട്ടുള്ളൊരു ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഗെയിമിൽ പോലീസുകാർ ഒരു 2 സ്റ്റാർ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഹെലികോപ്റ്ററും വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിലിറ്ററിക്കാരുടെ അഥവാ ആർമിക്കാരുടെ വാഹനങ്ങൾ എടുക്കുന്നതാണ്. ആർമിക്കാരാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന ഇതല്ലല്ലോ, എന്താണെന്ന് അറിയില്ല ഗൈസ്. ചീറ്റ് കോഡ് എപ്പോഴും മറന്നു പോവാം. ഈ കാണുന്ന ഒരു വെഹിക്കിളാണ് ഈ നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രക്കാണ്. ട്രക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ള ട്രക്കായിരിക്കുന്നത്. പുതിയ അപ്ഡേറ്റിലൂടെ ട്രക്ക് വരുന്നുണ്ട്, പക്ഷേ ഇതിലായിട്ട് വന്നിട്ടില്ല. അതൊന്നും അല്ല കേട്ടോ. നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് ആർമിക്കാരുടെ വണ്ടികളുടെ ചീറ്റ് കോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രക്കിൻ്റെ ചീറ്റ് കോഡും ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. പിന്നെ നമ്മൾ ടാങ്കർ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണ് അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ആൻഡ് അത് പറയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യമുണ്ട് ഗൈസ്. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ 100ൽ 99%, അതായത് 1% ഒഴികെ ബാക്കി എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ 1 അല്ലെങ്കിൽ 2 സബ്സ്ക്രൈബ് മാത്രമാണ് ഗൈസ് കിട്ടുന്നുള്ളൂ. എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്താൽ മാത്രമാണ് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തത്തുള്ളൂ. നമ്മൾ അടുത്തതായിട്ട് എന്ത് എടുക്കണേന്നല്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആകാശത്ത് നോക്കുമ്പോൾ കാണാറുള്ളൊരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടി അടിച്ചു ട്രൈ ചെയ്ത് നോക്കാൻ പോണ്. മനസ്സിലായി കേസ്. ഞാൻ ആദ്യം അടിച്ചപ്പോൾ G ആണ് അടിച്ചത്, ശരിക്കും പറഞ്ഞാൽ J ആണ്. വേറൊന്നുമല്ല, ജെറ്റാണ്. ഇവിടെ അതേ പോണു കേസ്, അത് കുറച്ചൊരു കഴിഞ്ഞത്തേക്ക് പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്. നമ്മൾ ഇനി ഈ 2 വണ്ടികളുടെ കമ്പാരിസനാണ് നോക്കാൻ. നമ്മൾ ഈ 2 കാറ് കണ്ടവർക്ക് അറിയാം, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3Dയിൽ അൺലിമിറ്റഡ് ആയിട്ട് പോലീസുകാർ വന്നത് ഈ കാർസിലാണ്. നമ്മുടെ ഗെയിമിൽ ഇതിലായിട്ട് ആർമിക്കാർ വന്നിട്ടില്ല. അപ്ഡേറ്റിൽ വരും എന്നാണ് പറയുന്നത്, പക്ഷെ ഇതിലായിട്ട് വന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണുന്ന ടാങ്കർ ഉണ്ടല്ലോ ഗൈസ്, ഈ ടാങ്കർ അവിടെ നമുക്ക് പോലീസുകാർ നിരയായിട്ട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടാങ്കർ വെച്ച് ഒറ്റ മിസൈൽ വിട്ടാൽ തന്നെ ഇത്ര അധികം നാശനഷ്ടം ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ ആ ഒരു ഹെലികോപ്റ്റർ
കാല് പൊട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്നും പൊട്ടുന്നില്ല. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ആർമിക്കാർ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആർമിക്കാരുടെ പവർ ശരിക്കും അറിയത്തില്ല. പക്ഷെ ആ പോലീസുകാർ ഇപ്പോഴും ഉണ്ട്. ആൻഡ് ഈ ഒരു ഹെലികോപ്റ്റർ വച്ച് നമ്മളെ ഒരു 2 സ്റ്റാർ ആകുമ്പോഴത്തേക്കും നമ്മുടെ പുറകെ വന്ന് നമ്മളെ ഫയർ ചെയ്യുന്നതാണ്. സോ എല്ലാവരും പറയുക ആർക്കാണ് കൂടുതൽ ഫാൻസ് എന്നത് പറയണം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ജയിക്കാൻ സാധ്യത മിലിറ്ററിക്കാർ തന്നെയാണ്. പക്ഷേ പോലീസ്